ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മഴ തോരും മുമ്പേ റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. വൈജയന്തിന്റെ ഫോണിലേക്ക് വിളിച്ച മനു പറയുന്നു, ആന്റി ഞാൻ 2 നമ്പറിലും മാറി മാറി വിളിച്ചു നോക്കി, പക്ഷേ രക്ഷയില്ല. തമിഴ്നാട്ടിലേക്ക് പോയതാണോ എന്ന് വൈജയന്തി ചോദിക്കുമ്പോൾ മനു പറയുകയാണ്, ആണെന്ന് തോന്നുന്നു. ഈ ഊട്ടിയോ കൊടൈക്കനാലോ വല്ലതും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നോ? വൈജയന്തി പറയുന്നു, ഇല്ലെന്നേ, അങ്ങനെ പോയാലും പറയാതെ പോകത്തില്ല. മനു ചോദിക്കുന്നു, ലയൺസ് ക്ലബിൽ വിളിച്ചു നോക്കിയായിരുന്നു, അല്ല അവിടെ ഫംഗ്ഷൻ വല്ലതും? വൈജയന്തി പറയുന്നു, അതും ഞാൻ വിളിച്ചു അന്വേഷിച്ചു, അവിടെയും ചെന്നിട്ടില്ല. മനു പറയുകയാണ്, അങ്കിൾ ഇങ്ങനെയൊന്നും ചെയ്യാറുള്ളതല്ലോ. വൈജയന്തി പറയുകയാണ്, കഴിഞ്ഞ 22 വർഷങ്ങൾക്കിടയ്ക്ക് ഇതാദ്യമായിട്ടാ ഇങ്ങനെയൊരു സംഭവം. മനു പറയുന്നു, ആന്റി ഞാനേ വേറൊരു വഴി ട്രൈ ചെയ്ത് നോക്കട്ടെ. ആന്റി ഇപ്പൊ കട്ട് ചെയ്തു, ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. ശരിയുടെ മോനെ എന്ന് പറഞ്ഞ ഫോൺ കട്ട് ചെയ്യുകയാണ് വൈജയന്തി. മനു ടെൻഷനോടുകൂടി ആലോചിച്ച് നിൽക്കുമ്പോൾ വിഷമത്തോടുകൂടി ഈശ്വരാന്ന് വിളിച്ച് വീട്ടിലേക്ക് ഇരിക്കുകയാണ് വൈജയന്തി. പിന്നീട് കാണിക്കുന്നത് രാവിലെ ട്രെയിൻ പോകുന്ന ശബ്ദം കേട്ട് കാറിൽ കിടക്കുന്ന ബാലചന്ദ്രൻ ഉറക്കമുണർന്ന് ചുറ്റും നോക്കുകയാണ്. ശേഷം ഒന്നാലോചിച്ച് ബാലചന്ദ്രൻ യാത്ര തുടരുകയാണ്. കുറച്ചു ദൂരം ചെന്നതിനു ശേഷം കാറിൽ നിന്നും ഇറങ്ങി വെള്ളമെടുത്ത് മുഖം കഴുകി വീണ്ടും യാത്ര തുടരുകയാണ്. തുടർന്ന് വൈജയന്തിയുടെ ആങ്ങള താമസിക്കുന്ന സ്ഥലത്തേക്ക് വരികയാണ് ബാലൻ. വാതിൽ തുറന്ന വൈജയന്തിയുടെ ആങ്ങള ബാലചന്ദ്രനെ കണ്ട് സർപ്രൈസ് ആയി നിൽക്കുകയാണ്. ഒന്ന് വിളിച്ചറിയിക്കണ്ടായിരുന്നോ, എന്താ രാവിലെ തന്നെ എന്നൊക്കെ ചോദിക്കുകയാണ് വൈജയന്തിയുടെ ആങ്ങള. ബാലൻ പറയുന്നു, ഏർലി മോർണിംഗ് അല്ലല്ലോ, രാവിലെ 8 മണി കഴിഞ്ഞില്ലേ? വൈജയന്തിയുടെ ആങ്ങള പറയുന്നു, അകത്തേക്ക് വരൂ, വൈഫും കുട്ടികളും ആരും ഇല്ലേ കൂടെ? ബാലചന്ദ്രൻ മറ്റെവിടെയെങ്കിലും പോയിട്ട് വരികയാണോ? കണ്ടിട്ട് ഒരുപാട് ടയേർഡ് ആയതുപോലെ ഉണ്ടല്ലോ. ബാലൻ പറയുന്നു, ഞാൻ ഗംഗേട്ടനെ കാണാൻ വേണ്ടി മാത്രമായി വന്നതാ, ഞാൻ തനിച്ചാണ് വന്നത്, വരുന്ന വിവരം മുൻകൂട്ടി അറിയിക്കാൻ തീരെ ഉദ്ദേശമില്ലായിരുന്നു. ഇത് കേട്ടൊന്ന് പതറി ഗംഗൻ പറയുന്നു, ബാലചന്ദ്രൻ എന്തോ സീരിയസ് മാറ്റർ പറയാനുള്ളത് പോലെ തോന്നുന്നല്ലോ. അപ്പോൾ ബാലൻ പറയുകയാണ്, അതെ, വളരെ സീരിയസ് ആയിട്ടുള്ള മാറ്ററാ. ഗംഗൻ പറയുന്നു, ബാലചന്ദ്രൻ വരൂ, നമുക്ക് അകത്തോട്ടിരിക്കാം. മാലതി ഇങ്ങോട്ട് വരൂ, നമുക്ക് ഇന്നൊരു സർപ്രൈസ് ഗസ്റ്റ്. മാലതി ഉറക്കെ പറയുന്നു, ദാ വരുന്നു. ഗംഗൻ ചോദിക്കുകയാണ്, കമോൺ മാൻ, എന്താ ഇവിടെ നിന്ന് കളഞ്ഞത്? അവിടേക്കുന്ന മാലതി സന്തോഷത്തോടു കൂടി പറയുന്നു, ഓ മൈ ഗോഡ് ബാലചന്ദ്രൻ, വാട്ട് എ സർപ്രൈസ് മാൻ. അങ്ങനെ ബാലന് കൈ കൊടുത്തുകൊണ്ട് പുറത്തേക്ക് നോക്കി മാലതി ചോദിക്കുന്നു, അല്ല ബാലചന്ദ്രൻ ഒറ്റയ്ക്കാണോ? വൈജയും കുട്ടികളും? ബാലൻ പറയുകയാണ്, ഞാൻ തനിച്ച. മാലതി പറയുന്നു, എന്നാലും എന്തൊരു അത്ഭുതം, എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. എന്താ ഇങ്ങനെ ഒരു സർപ്രൈസ് വിസിറ്റ്? ഒന്ന് വിളിച്ചു പറഞ്ഞില്ലല്ലോ. വൈജയും വിളിച്ചില്ല. ഗംഗൻ പറയുന്നു, മാലതി ആദ്യം ഇയാൾക്ക് ഒരു കപ്പ് ചായ കൊടുക്ക്. രുക്കുവിനോട് പറഞ്ഞ് ഗസ്റ്റ് റൂം അറേഞ്ച് ചെയ്യാൻ പറയണം. ബാലചന്ദ്രൻ രാത്രി മുഴുവൻ ഡ്രൈവ് ചെയ്ത് വന്നിരിക്കുക, കുറച്ചു സമയം വിശ്രമം വേണം. മാലതി പറയുന്നു, ബാലചന്ദ്രൻ ഇരിക്കെ, ഞാൻ ചായ കൊണ്ടുവരാം. അങ്ങനെ മാലതി അകത്തേക്ക് പോകുമ്പോൾ ബാലൻ ചോദിക്കുന്നു, ഗംഗേട്ടൻ എവിടെയെങ്കിലും പോകാനുണ്ടോ? രാവിലെ ഡ്രസ്സൊക്കെ ചെയ്തിരിക്കുന്നു. ഗംഗൻ പറയുന്നു, എനിക്കൊരു ഫ്രണ്ടിന്റെ മകളുടെ മാരേജ് എൻഗേജ്മെന്റ്, എനിക്കിപ്പോ പോണം. ബാലചന്ദ്രൻ ഒന്ന് റെസ്റ്റ് ചെയ്തോളൂ, ലഞ്ചിന് മുമ്പ് ഇങ്ങ് എത്തിക്കോളാം ഞാൻ. ബാലൻ പറയുന്നു, എനിക്ക് നിങ്ങളോട് സംസാരിക്കണം. ഗംഗൻ പറയുന്നു, ഞാൻ പറഞ്ഞല്ലോ, അവിടുത്തെ സെലിബ്രേഷൻ ഒന്നും ഞാൻ നിൽക്കുന്നില്ല, ഫുഡ് കഴിക്കാൻ പോലും നിൽക്കുന്നില്ല. ദേഷ്യത്തോടുകൂടി ബാലൻ പറയുകയാണ്, എനിക്ക് സംസാരിച്ചേ പറ്റൂ ഗംഗേട്ടാ. ഗംഗൻ പറയുകയാണ്, ഓക്കെ, നമുക്ക് സംസാരിക്കാം, ഞാൻ പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം. ബാലചന്ദ്രനെ ഞാൻ ഉപേക്ഷിച്ചു പോവുകയല്ല, മാരേജ് എൻഗേജ്മെന്റ് അല്ല എനിക്ക് വലുത്, എന്റെ ഒരു പ്രസൻസ് അവിടെ കാണിച്ചിട്ട് തിരിച്ചു വരാം. ബാലൻ പറയുന്നു, ഞാൻ രാത്രി മുഴുവൻ കാർ ഓടിച്ചു വന്നിരിക്കുക നിങ്ങളെ കാണാൻ, എനിക്ക് സംസാരിക്കണം. ഗംഗൻ പറയുകയാണ്, ബാലചന്ദ്രൻ നിങ്ങൾ കുറച്ചു സമയം വിശ്രമിക്കൂ, ഞാൻ ഉടനെ പോയിട്ട് വരാം. ബാലൻ പറയുകയാണ്, ഞാൻ ഇതുവരെ വളരെ മാന്യമായിട്ടാണ് നിങ്ങളോട് സംസാരിച്ചത്. 400 കിലോമീറ്റർ അകലേന്ന് വരികയാണ് ഞാൻ വെറുതെ വന്നതല്ല എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി നിങ്ങൾക്കുണ്ടല്ലോ ഇല്ലേ? ഗംഗൻ ചോദിക്കുന്നു, നമ്മൾ തമ്മിൽ ഒരു പ്രശ്നമില്ലല്ലോ ബാലചന്ദ്രൻ, പിന്നെന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? ബാലൻ പറയുന്നു, നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലായിരിക്കാം, പ്രശ്നങ്ങളൊക്കെ എങ്ങനെ ഒഴിവാക്കാമെന്ന് പഠിച്ചിട്ടുള്ള വിദ്വാൻമാരൊക്കെ അല്ലേ നിങ്ങള്? ഗംഗൻ പറയുന്നു, ഞാൻ പറയുന്നത് കേൾക്കൂ ബാലചന്ദ്രൻ, നിങ്ങൾക്കൊന്ന് ഷവർ ചെയ്ത് ഫ്രഷ് ആകാം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം, 1/2 മണിക്കൂർ ഉറങ്ങാം, അത്രയും സമയം എനിക്ക് വേണ്ടു. പിന്നെ നിങ്ങൾക്ക് പറയാനുള്ളത് എന്തായാലും ഞാൻ കേൾക്കാം, നമുക്ക് സാവകാശം ഇരുന്ന് ക്ഷമയോടെ സംസാരിക്കാം. ബാലൻ പറയുന്നു, എനിക്ക് പറയാനുള്ളത് കേൾക്കാതെ ഗംഗേട്ടൻ എങ്ങോട്ടും പോകരുത്. ഇത് കേട്ട് ഗംഗൻ പറയുന്നു, ഓക്കെ ഓക്കെ മാൻ. ഈ സമയം ചായയുമായി അവിടേക്ക് വരികയാണ് മാലതി. ബാലചന്ദ്രൻ ചായ എടുക്കുമ്പോൾ ഗംഗൻ ചോദിക്കുന്നു, മാലതി ബാലചന്ദ്രന്റെ റൂം റെഡിയായില്ലേ? മാലതി പറയുകയാണ്, ബാലചന്ദ്രൻ വന്നോളൂ, എല്ലാം ഓക്കെയാ. ഗംഗൻ പറയുകയാണ്, ഞാനിവിടെ വെയിറ്റ് ചെയ്യാം, എങ്ങോട്ടും പോകുന്നില്ല. ഇത് കേട്ട് മാലതിയുടെ ഒപ്പം അകത്തേക്ക് പോവുകയാണ് ബാലൻ. ഗംഗൻ സംശയത്തോടുകൂടി ആലോചിച്ച് നിൽക്കുന്നു. തുടർന്ന് റൂമിലേക്ക് വന്ന മാലതി ചോദിക്കുന്നു, വൈജയും മക്കളും ഒക്കെ സുഖമായിട്ടിരിക്കുന്നു? വളരെ സുഖമെന്ന് ബാലൻ പറയുമ്പോൾ മാലതി ചോദിക്കുകയാണ്, രോഹിത് എഞ്ചിനീയറിംഗിനല്ലായിരുന്നു? ബാലൻ പറയുകയാണ്, അവൻ പലതും പഠിക്കുന്നുണ്ട്, പലതും പഠിക്കാതിരിക്കുന്നുമുണ്ട്. മാലതി ചോദിക്കുന്നു, ബാലചന്ദ്രൻ ആകെ അപ്സെറ്റ് ആയിരിക്കുന്നല്ലോ, എന്തു പറ്റി? അപ്പോൾ ബാലൻ പറയുകയാണ്, ഇനി എന്ത് പറ്റാൻ? മാലതി ചോദിക്കുന്നു, ബബിതയും കൃഷ്ണജിയും നന്നായിട്ടിരിക്കുന്നു? ബാലൻ പറയുന്നു, എല്ലാവരും ഓക്കെയാണ്. മാലതി പറയുകയാണ്, ഇങ്ങോട്ട് വന്നപ്പോൾ ആരെങ്കിലും കൂടെ കൂട്ടാമായിരുന്നു? ബാലൻ പറയുകയാണ്, ഞാനൊരു പ്ലഷർ ട്രിപ്പ് വന്നതല്ല മാം സാബ്. മാലതി പറയുന്നു, ഇതൊരു ഇൻസൾട്ടിംഗ് പോലെ തോന്നുന്നു. ഇത് കേട്ട് ബാലൻ ചോദിക്കുകയാണ്, ഇതാണോ ഇൻസൾട്ടിംഗ്? ആരെ ഇൻസൾട്ട് ചെയ്തു? ഇപ്പോഴും ചെയ്തോണ്ടേ ഇരിക്കുന്നു, ഇനി ആര് ചെയ്യും? സംശയത്തോടു കൂടി ഒന്ന് ആലോചിച്ച മാലതി പറയുന്നു, ബാലചന്ദ്രൻ ഒന്ന് ഫ്രഷ് ആയിക്കോളൂ, ബ്രഷും സോപ്പും പേസ്റ്റും എല്ലാം ഉണ്ട്, ഞാൻ പോയി ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാം.
ഇത് കേട്ട് ബാലൻ താങ്ക്സ് എന്ന് പറയുമ്പോൾ വാതിലടച്ചിട്ട് അവിടെ നിന്ന് പോവുകയാണ് മാലതി. ബാലൻ ടെൻഷനോടുകൂടി ആലോചിച്ച് നിൽക്കുന്നു. തുടർന്ന് ആലോചിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഗംഗന്റെ അരികിലേക്ക് വന്ന മാലതി ചോദിക്കുന്നു, ഇതെന്താ എൻഗേജ്മെന്റിന് പോകുന്നില്ലേ? ഗംഗൻ പറയുന്നു, ബാലചന്ദ്രനോട് സംസാരിച്ചിട്ട് പോകാം. മാലതി പറയുന്നു, അതിന് ഡ്രസ്സ് മാറണോ? സംസാരിച്ചു കഴിഞ്ഞാൽ പോകാലോ. മണിക്കൂറുകൾ നീളുന്ന ഡിസ്കഷൻ ഉണ്ടോ? ഗംഗൻ പറയുന്നു, അറിയില്ല മാലതി, അയാൾ വല്ലാതെ ഫ്രസ്ട്രേറ്റഡ് ആണ്. അയാൾ എന്തും പറയും, എന്തും ചെയ്യും. എനിക്ക് അങ്ങനെ തോന്നി. മാലതി പറയുന്നു, നമുക്ക് വൈജയന്തിയെ വിളിച്ചു നോക്കാം, എന്താ പ്രോബ്ലം എന്ന് അറിയാലോ. ഗംഗൻ പറയുന്നു, വിളിക്കരുത്, ബാലചന്ദ്രൻ വന്നിരിക്കുന്നത് വൈജിയോട് പറയാതെയാ. അതെങ്ങനെ മനസ്സിലായി എന്ന് മാലതി ചോദിക്കുമ്പോൾ ഗംഗൻ പറയുകയാണ്, വൈജ ഇതുവരെ നമ്മളെ കോള് ചെയ്തിട്ടില്ല. ബാലചന്ദ്രൻ ഇങ്ങോട്ടാണ് വരുന്നതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അവള് തീർച്ചയായും നമ്മളെ വിളിക്കുമായിരുന്നു. മാലതി പറയുന്നു, അത് ശരിയാണല്ലോ, എന്നാലും നമുക്ക് അവളെ വിളിച്ച് അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന് ചോദിക്കാമല്ലോ. ഗംഗൻ പറയുന്നു, അങ്ങനെ ഒരു ചോദ്യം അവൾക്ക് വലിയൊരു അടയാളമല്ലേ? ബാലചന്ദ്രൻ ഇവിടെ വന്നു എന്നതിനുള്ള ഒന്നാം തരം തെളിവ്. മാലതി ചോദിക്കുന്നു, അത് വൈജയുമായി പിണങ്ങി വന്നതാണോ? ഗംഗൻ പറയുന്നു, സിറ്റുവേഷൻ സീരിയസ് ആണ്, സംസാരിക്കാൻ വേണ്ടി എന്നെ തടങ്ങി വെച്ചിരിക്കുക. മാലതി ചോദിക്കുന്നു, എന്തെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? എനിക്ക് ഗസ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ഗംഗൻ പറയുമ്പോൾ മാലതി ചോദിക്കുകയാണ്, അപ്പം എൻഗേജ്മെന്റ് ക്യാൻസൽ ചെയ്തോ? ഗംഗൻ പറയുന്നു, അയാൾ പൊട്ടിത്തെറിക്കാൻ പാകത്തിലാ വന്നിരിക്കുന്നത്, നമ്മൾ എങ്ങനെ പോകും? മാലതി പറയുന്നു, വൈജിയും ബാലചന്ദ്രനും തമ്മില് അങ്ങനെ വലിയ വഴക്കുകളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഗംഗൻ പറയുകയാണ്, ഏതായാലും ബാലചന്ദ്രനുമായി സംസാരിച്ചതിന് ശേഷം മാത്രം വൈജിയെ കോള് ചെയ്താൽ മതി. പ്രശ്നം അത്ര നിസ്സാരമല്ല, വളരെ സീരിയസ് ആണ്. ബാലചന്ദ്രനെ എനിക്കറിയാലോ. മാലതി പറയുന്നു, ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെക്കാം, എന്നിട്ട് ബാലചന്ദ്രനെ വിളിക്കാം. അങ്ങനെ മാലതി അകത്തേക്ക് പോവുകയാണ്. തുടർന്ന് അരികിലേക്ക് വന്ന ബാലചന്ദ്രനെ കണ്ട് ഗംഗൻ പറയുന്നു, ഇപ്പോ ക്ഷീണമെല്ലാം മാറി, മുഖത്തൊരു തെളിച്ചം വന്നു, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ബാലൻ പറയുന്നു, കഴിക്കണം, പക്ഷെ ഇവിടെ വേണ്ട, മറ്റെവിടെയെങ്കിലും പോകാം, ഏതെങ്കിലും ഹോട്ടലില്. നമുക്ക് സംസാരിക്കേണ്ടതെന്ന് ഗംഗൻ ചോദിക്കുമ്പോൾ ബാലൻ ചോദിക്കുകയാണ്, പുനൂരിന് നല്ല ഹോട്ടൽ റൂം ഉണ്ടാകില്ലേ? ഗംഗൻ ചോദിക്കുന്നു, ഇവിടെന്താ കുഴപ്പം? അപ്പോൾ ബാലൻ പറയുകയാണ്, ഗംഗേട്ടാ, എനിക്ക് നിങ്ങളോട് തനിച്ച് സംസാരിക്കണം, വേറെ ആരും ഉണ്ടാകരുത്. ഇത് കേട്ട് ഗംഗൻ പറയുന്നു, ഓക്കെ, നമുക്ക് എവിടെ വേണമെങ്കിലും പോകാം, ഊട്ടിയിലേക്ക് വേണമെങ്കിൽ അതും ആകാം. ഞാൻ മാലതിയോടൊന്ന് പറയട്ടെ, ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടാന്ന്. അങ്ങനെ ഗംഗനകത്തേക്ക് പോകുമ്പോൾ ആലോചിച്ച് നിൽക്കുകയാണ് ബാലൻ. തുടർന്ന് അവർ പുറത്തേക്ക് പോകുന്നു. കാർ ഡ്രൈവ് ചെയ്യുന്ന ഗംഗൻ ചോദിക്കുന്നു, ബാലചന്ദ്രന്റെ ബിസിനസ് ഒക്കെ എങ്ങനെ പോകുന്നു? വളരെ ഗംഭീരമെന്ന് ബാലൻ പറയുമ്പോൾ ഗംഗൻ പറയുകയാണ്, ഞാനും മാലതിയും കൂടി പാലായിക്ക് വരണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അച്ഛൻ പോയതിനു ശേഷം അങ്ങോട്ട് വരാൻ പറ്റിയില്ല. ബാലചന്ദ്രന്റെ ഹെൽത്ത് എങ്ങനെയുണ്ട്? ബാലൻ പറയുന്നു, ഗംഗേട്ട, ഞാൻ ക്ഷമയുടെ നെല്ലിപ്പലകയിൽ നിൽക്കുക, സില്ലി ചോദ്യങ്ങൾ ചോദിച്ച് എന്റെ പ്രഷർ കൂട്ടല്ലേ പ്ലീസ്. തുടർന്ന് ഒരു ഹോട്ടലിലേക്ക് വന്ന ഗംഗൻ പറയുകയാണ്, ഇത് നല്ല ഹോട്ടലാ, ഇറങ്ങാം. തുടർന്ന് അവർ റൂമിലേക്ക് വരികയാണ്. റൂം ബോയിയോട് ഗംഗൻ പറയുന്നു, ബ്രേക്ക്ഫാസ്റ്റ് വേണം. ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെയാണെന്ന് റൂം ബോയ് പറയുമ്പോൾ ഗംഗൻ ചോദിക്കുന്നു, ബാലചന്ദ്രൻ എന്താ വേണ്ടത്? അപ്പോൾ ബാലൻ പറയുകയാണ്, എനിക്ക് വേണ്ടത് ഉത്തരങ്ങളാ, ചോദ്യത്തിന്റെ ഉത്തരം. ഗംഗൻ പറയുന്നു, ചപ്പാത്തിയും വെജിറ്റബിൾ കുറുമയും മതി. ശരി സാർ എന്ന് പറഞ്ഞ് റൂം ബോയ് അവിടെ നിന്ന് പോവുകയാണ്. ബാലൻ പറയുന്നു, ഗംഗേട്ട, എനിക്ക് ഗംഗേട്ടനോട് രണ്ട് ചോദ്യമേ ചോദിക്കാനുള്ളൂ. ഗംഗൻ പറയുന്നു, നമുക്ക് വല്ലതും കഴിച്ചിട്ട് സമാധാനമായിട്ടിരുന്ന സാവകാശം. ബാലൻ പറയുന്നു, അത്രയും ക്ഷമ എനിക്കില്ല. ഗംഗൻ പറയുകയാണ്, ശരി, നീ ചോദിക്ക്. ബാലൻ ചോദിക്കുന്നു, ഞാനുമായിട്ടുള്ള വിവാഹത്തിന് മുമ്പ് നിങ്ങളുടെ സഹോദരി വൈജയന്തി ഒരു കുഞ്ഞിനെ പ്രസവിച്ചിരുന്നോ? ഇത് കേട്ട് ഞെട്ടി വിഷമത്തോടുകൂടി നിൽക്കുന്ന ഗംഗനെ കാണിച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. ഇനി അടുത്ത എപ്പിസോഡ് പ്രൊമോ റിവ്യൂ. ബാലന്റെ ചോദ്യം കേട്ട് വിഷമത്തോടുകൂടി അരികിലേക്ക് വന്ന് തോളിൽ കൈവയ്ക്കുകയാണ് ഗംഗൻ. കൈ തട്ടി മാറ്റി ദേഷ്യത്തോടുകൂടി വിരൽ ചൂണ്ടി ബാലൻ പറയുന്നു, ഒരൊറ്റ ചോദ്യമേ ഞാൻ ചോദിച്ചുള്ളൂ ഇതുവരെ. ഗംഗൻ നടന്ന കാര്യങ്ങളെല്ലാം ബാലനോട് തുറന്നു പറയുകയാണ്. ശേഷം ഗംഗൻ ചോദിക്കുന്നു, ഇനി ആ തെറ്റ് തിരുത്താൻ ആർക്ക് പറ്റും? വളരെ ദേഷ്യത്തോടുകൂടി എടാന്ന് വിളിച്ച് ഷട്ടിൽ കുത്തിപ്പിടിച്ച് ബാലൻ പറയുന്നു, ഒരു കുടുംബം മുഴുവൻ ഒത്തുകളിച്ച് ഈ കാലം അത്രയും എന്നെ കോമാളി വേഷം കെട്ടിച്ചു അല്ലെ? ബാലചന്ദ്രന്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ തകർന്നു നിൽക്കുകയാണ് വൈജയന്തിയുടെ ആങ്ങള. തുടർന്ന് വീട്ടിലേക്ക് വന്ന ഗംഗൻ നടന്ന കാര്യങ്ങളെല്ലാം മാലതിയോട് പറയുമ്പോൾ വിശ്വസിക്കാനാകാതെ മാലതി ചോദിക്കുന്നു, എല്ലാം അറിഞ്ഞോ? ആഗ്രയിലെയും ട്രിവാൻഡ്രത്തെയും എല്ലാ സംഭവങ്ങളും. ബാലചന്ദ്രൻ ഈ രഹസ്യം അറിഞ്ഞതിനേക്കാളും വലിയ കോലിളക്കം ഉണ്ടാകാൻ പോകുന്നത് ബാലചന്ദ്രൻ അറിഞ്ഞുവെന്ന് വൈജി അറിയുമ്പോഴാ. തുടർന്ന് ബാലചന്ദ്രൻ എവിടെയാണെന്നറിയാതെ ടെൻഷനോടുകൂടി നിൽക്കുകയാണ് വൈജയന്തി. ബാലചന്ദ്രൻ വന്നിട്ട് യാത്ര പറഞ്ഞു പോകാനായി കാത്തു നിൽക്കുകയാണ് ആലീനയും. വരാനിരിക്കുന്ന എപ്പിസോഡ് വിശേഷങ്ങളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.